ലാലു ആണ് ആ വയർലെസ് അല്ലേ? ആ ക്യാമറാമാന് പിന്നെ എന്ത് ചെയ്യണോന്ന് അറിയാൻ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചരിക്കുന്നുണ്ടായിരുന്നു. അതായത് ലാലു നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഞാൻ കാര്യം കിട്ടി. ലാലുന് അച്ഛൻ വയർലെസ് എന്നൊക്കെ പറയുമ്പോഴേ ഭയങ്കര പ്രായം തോന്നുന്നു ആ പേരില്. ആക്ച്വലി പ്രായം തോന്നി തെറ്റാണ്, എങ്കിലും ചെറുപ്പക്കാരുടെ ഒരു ലുക്കാണല്ലോ. എത്ര വയസ്സുണ്ട് എന്നാലും? വയ്യ, അടിപൊളി. 47 വയസ്സിൽ മോളെ കെട്ടിച്ചു. അത് മാത്രമല്ല ആ സ്റ്റേജിൽ കയറിയ ഒരു ഗംഭീര പെർഫോമൻസും. എങ്ങനെയാണ് ഈ ഒരു റെസ്പോൺസ് ഒക്കെ കിട്ടുന്നത്? അത് കളിച്ചിരുന്നതാണ്, ഗ്രൂപ്പുകളിൽ കളിച്ചിരുന്നതാണ്. 10-15 കളിയൊക്കെ നിർത്തിച്ചാണ്. നിർത്തിച്ചാണെന്ന് പറഞ്ഞു. ആരാ നിർത്തിച്ചേ? സത്യം പറഞ്ഞോ? ഞങ്ങൾക്കൊരു എന്റെ കൂട്ടുകാരൻ ഷൂട്ടിന്റെ ഇടയിലേ വണ്ടി കെട്ടി എന്റെ മടി കയറിച്ച് എന്റെ മാമന്റെ മോനവൻ വലങ്കയായിരുന്നു. എന്റെ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ മരിച്ച്. അതുകൊണ്ട് ഞാൻ ആ ഡാൻസ് നിർത്തി. ഡാൻസ് ഒക്കെ നിർത്തി. എന്റെ മോളെ കല്യാണത്തിന് അവരെ നിർബന്ധത്തില് അവര് ഇങ്ങനെ വന്നു തലീസം പറഞ്ഞു അച്ഛനെ ഒരു പാട്ട് ഏറെ വെച്ചിട്ടുണ്ട്, അച്ഛൻ ആ നേരത്തെ കളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ മറ്റേ മുക്കാലി വെച്ചിരിക്കുന്നു പണ്ടത്തെ സാധനം. അപ്പൊ ബാക്കിൽ ഒളിഞ്ഞു വെക്കുന്നത് മോളാണോ കല്യാണം കഴിഞ്ഞ? വരാൻ പറയും. രണ്ടാമത്തെ മോളാണ്. ഓക്കെ. ഹലോ, എന്താണ് പേരെന്താ? അനാമിക. അപ്പൊ ചേച്ചിയുടെ പേരോ? ദേവിക. ദേവികയുടെ കല്യാണമായിരുന്നു. എന്തായാലും ഫാമിലിയോടെ വൈറലായി നിങ്ങളല്ലേ? ദേവിക ഉണ്ടോ അവിടെ ഇന്ന്? ശരി ശരി ശരി. എവിടെ വീട്? എവിടെയാ പ്രോപ്പർ സ്ഥലം? എവിടെയാ? ഞങ്ങൾ ചന്ദ്രാപ്പിനി 14 എന്ന് പറയും. തൃശ്ശൂര്? തൃശ്ശൂർ ജില്ല ചന്ദ്രാപ്പിനി 14. ഓക്കെ. ലാലു എന്താ പ്രൊഫഷൻ? എന്താ ചെയ്യുന്നത് ശരിക്കും? ശരിക്കും ഞാൻ പെയിന്ററാണ്, ഡിസൈൻ വർക്കർ. പിന്നെ ആൽഫയിൽ വർക്കിംഗ്. ആൽഫയിൽ ഒരു അവിടെ പണിയുണ്ട്, വർക്കിംഗ് ഉണ്ട്. അപ്പോ ഈ എവിടെയെങ്കിലൊക്കെ ഇതുപോലത്തെ അവസരങ്ങൾ കിട്ടിയാ ഇനിയും തകർക്കില്ലേ? 12-ാം തീയതി 11-ാം തീയതി പ്രോഗ്രാം ഉണ്ട്. ആണോ? ഇതിന് ശേഷം കിട്ടിയതാണോ? എനിക്ക് വയ്യ. അപ്പൊ വീണ്ടും അതിലേക്ക് വരുവാണ്, ഡാൻസിങ്ങിലേക്ക് വരുവാണ് അല്ലേ? വരണം എല്ലാവരും പറയുന്നു. അപ്പൊ എല്ലാവരും തീരുമാനത്തേക്ക് കളിക്കാന്ന് പറയുന്നു. വരണം, അല്ലെങ്കിൽ ഒരുപാട് ഞങ്ങക്ക് മിസ് ചെയ്യും. അത് വരണം, എന്തായാലും വരണം. ഇതിന്റെ പ്രശ്നം നമുക്ക് ഒരുപാട് ദുരന്തങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മുടേതായിട്ടുള്ള ഇൻബോൺ ടാലന്റുകൾ ഉണ്ടല്ലോ, ആ ടാലന്റുകളെ നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയണം. പിള്ളേരെ വിളിച്ച് നിങ്ങളെ സെറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെന്റെ കൂടെ അവരും കൂടെ കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ അത്ര എനർജി ഉണ്ടായില്ലല്ലോ മോക്ക്. പിടിച്ചിരിക്കാൻ പറ്റില്ല. ഞാൻ ഒരിടത്ത് കണ്ടു, നിങ്ങൾ പറഞ്ഞു എത്രയോ കാലം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത ആ കളി അച്ഛൻ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ മിനിറ്റ് കൊണ്ട് കൊണ്ടുപോയി എന്നുള്ളത്. അങ്ങനെയാണോ? നിങ്ങൾ കുറെ പ്രാക്ടീസ് ചെയ്തോ? ഞങ്ങൾ ഒരു മാസത്തോളം ഞങ്ങൾ കസിൻസ് എല്ലാരും പ്രാക്ടീസ് ചെയ്തിരുന്നു. തലേ ദിവസം അച്ഛനോട് പറഞ്ഞത് കളിക്കണം, അച്ഛന് വേണ്ടി പാട്ട് കയറ്റി. അപ്പൊ നേരത്താണ് വന്ന് കയറി കളിച്ചത്. 14 സെക്കൻഡ് കൊണ്ട് കൊണ്ടുപോയി. പ്രഭുദേവ ഫാനാണോ? പ്രഭുദേവ ഫാൻ അച്ഛൻ. എല്ലാരും പ്രഭുദേവ ഫാനാണ്. പക്ഷെ അച്ഛൻ ഏറ്റവും കൂടുതൽ അച്ഛന് എന്തോ ഒരു ലുക്ക് അല്ലേ? താടി ആ സ്റ്റെപ്പ് ഇടലൊക്കെ കണ്ടപ്പോ എവിടേക്കോ എനിക്ക് മിന്നി മാഞ്ഞു പ്രഭുദേവ. ചേട്ടാ, എവിടെ ഏതൊക്കെയായിരുന്നു കളിക്കുന്ന? മീൻസ് അന്ന് കളിച്ചോണ്ടിരുന്നപ്പോ, സ്റ്റേജിൽ കളിച്ചോണ്ടിരുന്നപ്പോ ഏതൊക്കെയായിരുന്നു പാട്ടുകൾ ഓർക്കുന്നുണ്ടോ? ഇത് തന്നെയൊക്കെയായിരുന്നോ? അല്ലല്ല, പിന്നെ താല പാട്ടുകള്, പിന്നെ കോടീശ്വരൻ പാട്ടൊക്കെ ഭയങ്കര വൈറലായി. അന്നൊക്കെ നല്ല ഡാൻസ് ആയിരുന്നു. അവർ സ്റ്റേജൊക്കെ ഞാൻ പൊളിച്ചിടും. അതിലൊക്കെ സ്റ്റേജൊക്കെ വീണിട്ടുണ്ട്. ഞാൻ പൊളിച്ചു എന്ന് പറഞ്ഞപ്പോ കേട്ടതേ, ഞാൻ വിചാരിച്ചു പരിപാടി ഗംഭീരമായിരുന്നു. സ്റ്റേജ് പൊളിച്ചു. സ്റ്റേജ് വീഴ്ത്തും ഞങ്ങൾ ഡാൻസിൽ എവിടെയായാലും. അത് ആചാരത്തിന്റെ ഭാഗമാണ്. സ്റ്റേജ് ഞങ്ങൾ വീഴ്ത്തും. പറ്റിണ്ട്, കാല് പൊളിഞ്ഞിട്ട് തലൊക്കെ പൊളിച്ചു. കുറെ ഞങ്ങളെ ടീമേരെ തലൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് സ്റ്റേജ് വീണ്. അത് ഏത് ഡാൻസായിരുന്നു ചേട്ടാ? ഏത് പാട്ടായിരുന്നു? ഏത് പാട്ടായിരുന്നു അത്? കോടീശ്വരൻ പാട്ടുണ്ട്.
ഒരു തമിഴ്. ആ നന്നായി ആ പാട്ട് കല്യാണ വേദിയിൽ കളിക്കാത്തത്. ഓക്കെ, വേറെ വീട്ടിൽ മറ്റാരൊക്കെയാ? 2 പെൺമക്കൾ, ലാലു അതോളൂ. അമ്മ ഗൾഫിലാ. ഗൾഫിലാണ്. അമ്മ ഡാൻസ് ചെയ്യോ? ഡാൻസ് ചെയ്യോ അമ്മ? ഇല്ല. അമ്മേനെ കൊണ്ട് ഡാൻസ് പഠിപ്പിക്കണായിരുന്നു 2 സ്റ്റെപ്പ്. മക്കളെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നോ? ഞങ്ങൾ പഠിക്കാൻ പോയിണ്ടായിരുന്നു ഭരതനാട്യം. പിന്നെ എല്ലാവർക്കും കളിക്കുന്നുണ്ട്, കലോത്സവത്തിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ആദ്യ ഗുരു അച്ഛൻ തന്നെയാ. അതാണ് ഈ വീഡിയോ വൈറലായപ്പോ ആദ്യം കണ്ട മീൻസ് ഈ തമ്പനയിലൊക്കെ രസമാണ്. എന്റെ ഈശ്വര, ഇത് അച്ഛനാണെന്ന് എഴുതി വെച്ച നന്നായി, അല്ലെങ്കിൽ കല്യാണ ചെക്കനാണെന്ന് വിചാരിച്ചേന്നൊക്കെ കണ്ടിരുന്നു. അതൊക്കെ വായിച്ചപ്പോ എന്ത് തോന്നി ലാൽ ചേട്ടാ? അത് പലരും കമന്റ് അച്ഛനല്ല അനിയനാണ് അല്ലെങ്കിൽ കല്യാൺ ചെക്കനെ കമന്റ് ഇട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്റെ മോള് ആദ്യം ഇട്ടത് വെറുതെ അച്ഛനും മോളും മാത്രം അങ്ങനെ ഇട്ടത്. പിന്നെ അവര് കറക്റ്റ് ആക്കി. പിന്നെ ഇതിന് കറക്റ്റ് ആക്കിയപ്പോ ആൾക്കാർക്ക് മനസ്സിലായി. അതായത് ലാലു കാണുന്നവരുടെ പ്രശ്നമല്ല, ലാലുവിന്റെ ലുക്കിൽ അങ്ങനെ തോന്നുള്ളൂ. സഹോദരനാന്നോ അങ്ങനെയൊക്കെ തോന്നുള്ളൂ. ആ ചെറിയ ക്രാവിന്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിചാരിച്ചിരുന്നത്. ഈ ക്രാവിന്റെ അച്ഛൻ, ഞാൻ ചോദിക്കുന്ന മക്കള് ഈ അച്ഛൻ ഇത്ര യങ് ആണെന്നുള്ള കൂട്ടുകാരൊക്കെ ഇടയ്ക്ക് പറയാറുണ്ടോ? മോളോടാ ചോദിച്ചത്. ഓ, ഇത് കണ്ടിട്ട് തന്നെ കോളേജിൽ ഇപ്പൊ എല്ലാവർക്കും നിന്റെ അച്ഛൻ തന്നെയാണോ പറയണേ. എവിടെ പഠിക്കുന്നേ? ഏത് കോളേജാ? ഞാനിവിടെ തൃശ്ശൂര്. അച്ഛനെ ഒരു ദിവസം കോളേജിൽ കൊണ്ടുപോകണം, എന്നിട്ട് അവിടുത്തെ സ്റ്റേജിൽ കാണിച്ചു കൊടുക്കണം എന്റെ അച്ഛന്റെ ഡാൻസ് കാണണം പറഞ്ഞു. ഓക്കെ, ഒരു പരിപാടിക്ക് വിളിക്കേ, കോളേജില് ആർട്സ് ക്ലബ് ഫെസ്റ്റിവലോ അങ്ങനെയൊക്കെ വരില്ലേ, കൊണ്ടുപോകണം അച്ഛനെ. വീണ്ടും കോളേജിൽ പാരന്റ്സ് മീറ്റിംഗിന് അച്ഛനെ കൊണ്ടുപോയിട്ട് പറ്റിക്കുവാണെന്നൊക്കെ ആരെങ്കിലും ടീച്ചർമാരും എല്ലാം പറഞ്ഞിട്ടുണ്ടോ? പാരന്റ്സ് മീറ്റിംഗിന് അച്ഛൻ വന്നത്, ഇവിടെ പാരന്റ്സ് മീറ്റിംഗ് ആയിട്ടില്ല. അല്ല, ഇനി കൊണ്ടുപോയ വൈറൽ താരമാണല്ലോ, സെലിബ്രിറ്റിയാണ്. ലാലു എങ്ങനെ ആളുകളൊക്കെ തിരിച്ചറിയുന്നുണ്ടോ ഇത് ആ ഡാൻസ് കളിച്ച ആളല്ലേ എന്നൊക്കെ? സെൽഫി ഒക്കെ എടുക്കുന്നുണ്ടോ? അല്ല, ഏകദേശം കറങ്ങി പോകുമ്പോ ചില ആൾക്കാർ ഷെയ്ക്കിനൊക്കെ തരാറുണ്ട്. കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. ലാലു എന്തെങ്ങനെയാ, എപ്പഴാ ഇന്ന് ജോലിയുണ്ടോ, വർക്കുണ്ടോ ഇന്ന്? അത് 9 മണിയാ പോയാൽ മതി. കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾ തടസ്സപ്പെടുത്തിയില്ലല്ലോ അല്ലേ? അന്ന് ആ ഡാൻസ് പിന്നെ കളിക്കണ്ടെന്ന് വിചാരിച്ച ആ സംഭവം പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് കേട്ടോ ഭയങ്കര സങ്കടം തോന്നി. പക്ഷെ എപ്പോഴെങ്കിലും ഒക്കെ മക്കളൊക്കെ നിർബന്ധിച്ചിരുന്നു അച്ഛൻ കളിക്കണം എന്നൊക്കെ? മോളെ നിർബന്ധം വരാം. അപ്പൊ ഇവർക്ക് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കും. കുടുംബിലൊക്കെ പരിപാടികളൊക്കെ വരും ഞങ്ങൾക്ക്, ഒരിക്കൽ പിള്ളേരെ ഭാഗം. അപ്പൊ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവരെ കൊണ്ട് ഞാൻ കളിക്കും. ഞാൻ കളിക്കാറില്ല. സ്റ്റേജിൽ കയറാറില്ലായിരുന്നു. ഞങ്ങൾ പഠിപ്പിച്ചു തന്നിട്ട് ഞങ്ങൾ ഇവിടുത്തെ പിള്ളേരൊക്കെ കയറാറുണ്ട് സ്റ്റേജിലൊക്കെ. അല്ലാണ്ട് അച്ഛൻ കയറി ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഈ കല്യാണം ആ വീട്ടുകാരുണ്ടല്ലോ, മരുമോന്റെ വീട്ടുകാര്, അവരെന്ത് പറഞ്ഞു? ഞെട്ടിയോ? അവര് ഞെട്ടി. അവര് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ കളിക്കുന്നുള്ളത്. പറഞ്ഞിട്ട് ഇങ്ങനെ പറയണ്ടെന്നുണ്ട്. അപ്പൊ അന്ന് കണ്ടത്. അതാ ഞാൻ ചോദിച്ചത്, കല്യാണം ഉറപ്പിച്ച ശേഷം കല്യാണം കഴിഞ്ഞിട്ടാണ്, അല്ല ഇത് തലേദിവസത്തെ ആയിരുന്നു, അത് കല്യാണത്തിന്റെ അന്നല്ലായിരുന്നു ഡാൻസ്? മരുമോൻ വന്ന് എന്താ പറഞ്ഞേ? അച്ഛനോട് എന്താ പറഞ്ഞേ? അതായത് ഈ പുതിയ ഒരുപാട് പടങ്ങൾ ഇറങ്ങുമ്പോ ഇന്ന പടം തൂക്കി എന്ന് പറയില്ലേ, കല്യാണം പെണ്ണിന്റെ അച്ഛൻ തൂക്കി. അതെ, അങ്ങനെയായിരുന്നു പലരും. ഓക്കെ. ഈ ലാലു ഒരു പരിപാടി അന്നൊക്കെ ഡാൻസ് ചെയ്തോണ്ടിരുന്ന സമയത്തെ ആ സ്റ്റെപ്പുകളും ഇപ്പോഴത്തെ സിനിമാറ്റിക് ട്രൂപ്പുകളൊക്കെ ചെയ്ത സ്റ്റെപ്പ് ഭയങ്കര വ്യത്യാസമല്ലേ? അപ്പൊ എങ്ങനെയാ നമുക്ക് ഇംപ്രൂവൈസേഷൻ കൊണ്ടുവരണ്ടേ? അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അല്ല, അത് ഭയങ്കര വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോഴത്തെ സ്റ്റെപ്പുകള് ഭയങ്കര ഇതൊക്കെ. പണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ബ്രേക്ക് ഡാൻസും ഈ സിനിമാറ്റിക് ഡാൻസും കളിച്ചിരുന്നു. ഞാൻ ഡാൻസ് സെറ്റ് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ഡാൻസ് ഒക്കെ ഭയങ്കര ഒരു വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. കളിക്കും, അത് ഞാൻ പഠിക്കുമ്പോ ഞങ്ങളും നോക്കും. എന്തായാലും ഈ പ്രോഗ്രാമിന് കിട്ടി കഴിഞ്ഞാൽ കളിച്ചിരിക്കും എന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അടിപൊളി അടിപൊളി. ഞാൻ ചോദിക്കട്ടെ, ഒരു ട്രൂപ്പ് സെറ്റ് ചെയ്താലോ? അതന്നെ, ട്രൂപ്പ് ഇടുന്നുണ്ട്. ഈ പരിപാടി പിള്ളേരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞേ. പിള്ളേർ സെറ്റ് ചെയ്തു. ഇപ്പൊ
അപ്പൊ ആ ട്രൂപ്പ് ഗംഭീരമായിട്ട് പോണം, ഇത് നിർത്തരുത്. ഇല്ല ഇനിയിപ്പോ നിർത്തണ്ടാന്ന് എല്ലാവരും പറയുന്നത് ഇങ്ങനെ കളിച്ച് പോട്ടെ, സൈഡിൽ കൂടെ പോട്ടെ എന്ന് പറയും. അതാണ്. തിരിച്ചിറങ്ങിയപ്പോ എന്താ തോന്നുന്നേ മനസ്സില്? ഇപ്പൊ സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷെ നമ്മളൊരു അന്യൻ അതിന്റെ കൂടെ ഉള്ള ഒരു ധൈര്യത്തിൽ ഞാൻ കളിക്കുന്നുള്ള ഉറപ്പിൽ നിൽക്കുന്നുണ്ട്. ലാൽചേട്ടൻ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായോ? ലാൽചേട്ടൻ ഡാൻസിനെ വിട്ടാലും ഡാൻസ് താങ്കളെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. അപ്പൊ വൈഫ് എന്താ പറഞ്ഞത് വൈറലായി കഴിഞ്ഞപ്പോ? അമ്മക്ക് കുഴപ്പമില്ല, സന്തോഷായിരുന്നു. ഹസ്ബൻഡ് പെട്ടെന്ന് സെലിബ്രിറ്റി ആയി, അതാണ്. ചേച്ചിയാണോ അനിയത്തിയാണോ നന്നായി ഡാൻസ് കളിക്കുക? മത്സരമല്ല. ഞങ്ങൾക്ക് ഡാൻസ് കാണണമെന്നുണ്ട്, പക്ഷെ നമുക്ക് പരിമിതി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഡാൻസ് ചെയ്യാൻ പറയാത്തതാണ്. അപ്പൊ നമുക്ക് എന്തായാലും നിങ്ങളുടെ അടുത്ത വീഡിയോ വൈറലാകുമ്പോ വീണ്ടും കാണാം. വീഡിയോ പോസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യൂ. ഓക്കെ, വലിയ സന്തോഷം. പറയൂ. ശരി ശരി, താങ്ക് യു അനാമിക, താങ്ക് യു ലാലു. അപ്പൊ അടിപൊളി അച്ഛൻ അല്ലേ, വൈറൽ അച്ഛൻ. സംസാരമൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. ചേട്ടൻ എന്തായാലും ഗംഭീരമായിട്ട് സജീവമായിട്ട് ഡാൻസിങ്ങിൽ പോട്ടെ മുന്നോട്ട്. ഇനി